വീണ്ടും അഭ്യൂഹങ്ങൾ ബാക്കിയാണ്. രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും മത്സരിക്കാനെത്തിയത് അണികളിൽ ഏറെ ആവേശമുണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ അത് BJP പ്രവർത്തകർക്കാണ് ഏറെ ആവേശമുണ്ടാക്കുന്നത്. അങ്ങ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കും എന്നുള്ള തരത്തിലാണ് വാർത്തകളൊക്കെ പുറത്തു വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലവുമാണ് എപ്പോഴും വാരണാസി. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വാരണാസിയിൽ മാത്രമല്ല നരേന്ദ്രമോദി മത്സര രംഗത്ത് ഇറങ്ങുന്നത്, മറ്റൊരു മണ്ഡലത്തിൽ കൂടി അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4 BJP ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതേസമയം ന്യൂഡൽഹി ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ ഒഴിച്ചിടുകയും ചെയ്തു. മോദി കളത്തിലിറങ്ങിയാൽ ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അയൽ സംസ്ഥാനമായ ഹരിയാനയിലെ 10 സീറ്റുകളിലും പ്രയോജനം ചെയ്യുമെന്നും പാർട്ടി നേതാക്കൾ കരുതുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥം കീഴടക്കുന്നവർ രാജ്യം ഭരിക്കുമെന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. UPയിലെ വാരണാസി കൂടാതെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ കൂടി മോദി മത്സരിക്കുമെന്നും ന്യൂഡൽഹി സജീവ പരിഗണനയിലാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ്. വാരണാസിയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന സൂചനകളും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിലെ പ്രബല വ്യാപാരി സമൂഹമായ ബനിയകളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടിയിട്ടുണ്ട്. എന്നാൽ മോദി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നാലെ AAP കോൺഗ്രസ് സഖ്യം ഭിന്നതകൾ മറന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുകയും കൂടി ചെയ്താൽ തീ പാറുന്ന ഒരു പോരാട്ടത്തിനാകും ഇനി ഇന്ദ്രപ്രസ്ഥം വേദിയാവുക. ഡൽഹിയിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ ആയതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും ഒട്ടും വൈകില്ല എന്ന് വിശ്വസിക്കാം. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി, വെസ്റ്റ് ഡൽഹിയിൽ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, സൗത്ത് ഡൽഹിയിൽ രമേശ് ബിദുടി എന്നിവരെയാണ് BJP സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 പേരും ഇതേ സീറ്റുകളിലെ BJPയുടെ സിറ്റിംഗ് MPമാരാണ്. ഇൻഡോറിൽ ശങ്കർ ലാൽവാനി എന്നിവരെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2014 കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോട് തോറ്റ മണ്ഡലമാണ് അമൃത്സർ. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജന്റെ സിറ്റിംഗ് സീറ്റാണ് ഇൻഡോർ. പ്രായം 75 കഴിഞ്ഞവർക്ക് സീറ്റില്ലെന്ന തീരുമാനത്തിന്റെ പേരിലാണ് സുമിത്ര മഹാജന് സീറ്റ് ലഭിക്കാതിരുന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ മത്സര രംഗത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയിരുന്നു. അരുൺ ജെയ്റ്റ്ലി മത്സരത്തിനില്ലെന്നാണ് അമൃത്സറിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നൽകുന്ന സൂചനയും. ഇതിനിടെ മോദിക്കെതിരെ മത്സരിക്കാൻ ഒരുക്കമാണെന്ന് പാർട്ടിയുടെ നേതൃനിരയെ ഒന്നിലേറെ തവണ പ്രിയങ്ക അറിയിച്ചതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. പ്രിയങ്ക മത്സരിക്കുന്നത് സംബന്ധിച്ച് സോണിയാഗാന്ധി ഇനിയും മനസ്സ് തുറന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല. മെയ് 19 വോട്ട് നടക്കുന്ന വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 29 തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ. ആകെ 420 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഇതുവരെ 409 മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും വാരണാസി ഇപ്പോഴും അവർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. SP BSP സഖ്യവും ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. പ്രിയങ്കയെ കളത്തിലിറക്കുന്നതിലൂടെ പ്രചരണ രംഗത്ത് മോദിയെ വാരണാസിയിൽ തളച്ചിടാം എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. മോദിയെ മുൻനിർത്തി രാജ്യവ്യാപകമായി BJP നടത്തുന്ന പ്രചാരണം വാരണാസിയിൽ ഒതുക്കിയാൽ BJP പ്രതീക്ഷ പുലർത്തുന്ന മറ്റു മണ്ഡലങ്ങൾ പിടിക്കാൻ വഴി തെളിയുമെന്നാണ് കോൺഗ്രസിന്റെ തന്നെ വിലയിരുത്തൽ. എന്തായാലും ആ അഭ്യൂഹങ്ങൾക്ക് ഉടൻ തന്നെ ഒരു വിരാമം ഉണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളും. വാരണാസിക്കപ്പുറം മറ്റൊരു സീറ്റിൽ കൂടി മോദി മത്സരിച്ചാൽ അത് ഡൽഹിയിലാകുമോ? ഡൽഹിയിൽ മത്സരിച്ചാൽ അവിടുത്തെ സീറ്റുകളൊക്കെ BJPക്ക് നിഷ്പ്രയാസം കൈപ്പിടിയിൽ ഒതുക്കാമെന്നും BJP വൃത്തങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെ ഒതുക്കിയാൽ ഇന്ദ്രപ്രസ്ഥം മോദിയുടെ കയ്യിലെത്തിയാൽ വീണ്ടും ഭരണം 5 വർഷം മോദിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.